ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകുവാൻ ഞാൻ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആഴമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അവനിൽ ദൈവിക ജ്ഞാനത്തിന്റെയും ദൈവികമായ അറിവിന്റെയും പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ദൈവിക അറിവ്, ദൈവിക ജ്ഞാനമെന്ന് പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ ദൈവം നമുക്ക് ചിലപ്പോഴൊക്കെ തരാറുണ്ട്. അത് കർത്താവിൻ്റെ ഹിതം ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്താൻ ചിലപ്പോഴൊക്കെ ഇടയാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രമാത്രം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നോ അത്രമാത്രമാണ് പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും കൃപ നമ്മളിലേക്ക് ചൊരിയുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വ്യക്തികളെ, തൻ്റെ കൂടെയുള്ളവരെ തിരിച്ചറിയാനുള്ള വലിയൊരു ദൈവിക ജ്ഞാനം നമുക്കുണ്ടാവണം. ഞാൻ വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും ചീറ്റ് ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ, മനസ്സിലാക്കാത്ത അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കരയാറുണ്ട്. അല്ലെങ്കിൽ സ്വന്തമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചവരൊക്കെ ദൂരേക്ക് മാറിപ്പോകുന്ന അവസരങ്ങൾ കണ്ട് കരയുന്നത് കാണാറുണ്ട്. കർത്താവ് ഈ ജ്ഞാനത്തിൻ്റെ കൃപ നൽകട്ടെ, ഈ അറിവിൻ്റെ വരം ലഭിക്കട്ടെ. അപ്പോഴും നമുക്ക് വ്യക്തികളെ കണ്ടെത്താനായിട്ട് പറ്റും.